ഹായ്. പി ഇ റേഷ്യോനെ പറ്റിയുള്ള നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ഇൻവെസ്റ്റർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പി ഇ റേഷ്യോനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, അത് ഫോർവേഡ് പി ഇ ആണ്. അതായത് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് അപ്പം ഞാനാണല്ലോ നിങ്ങളാണല്ലോ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് തരാനും നല്ല റിട്ടേൺ തരാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കുന്നത് എന്നാണ് ഒരു കമ്പനിയെ പറ്റി അറിയാനായിട്ട് കൂടുതൽ ആവശ്യം. നമുക്ക് അത് അറിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോഴത്തേന് ഫോർവേഡായിട്ട് നമുക്ക് പി ഇ റേഷ്യോനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോഫിറ്റിനനുസരിച്ചിട്ട് നമുക്ക് പി ഇ റേഷ്യോ എങ്ങനെ, ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ പി ഇ റേഷ്യോ എങ്ങനെ ആയിരിക്കും വരിക എന്നാണ് നമ്മൾ ഈ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുന്നത്. പി ഇ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. സോ മാർക്കറ്റ് ക്യാപ്പ് നമുക്കറിയാം, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം. അതായത് പാസ്റ്റിൽ നടന്നതാണ് ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി കമ്പനി ജനറേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ പ്രോഫിറ്റിന്റെ എത്ര മടങ്ങാണ് കമ്പനിയുടെ പ്രൈസ് എന്നാണ് നമ്മൾ പി ഇ റേഷ്യോ വഴി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്.